ഒരു അടിപൊളി ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ചട്ടിയുടെ ഹൈറ്റ് വരുന്നത് 12 ഇഞ്ച്. സിമെൻറ്റ് ഗ്രൗണ്ട്. നിങ്ങൾക്കത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത് ഉരുളി പോലത്തെ ഒരു ചെടിച്ചട്ടി. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഒരു അടിപൊളി ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു വീഡിയോയുമായിട്ടാണ്. അതിനു മുൻപേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ പേപ്പർ സെൻറ്ററായിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം ചട്ടിയുടെ അടിഭാഗം 6 ഇഞ്ചും മുകൾ ഭാഗം 14 ഇഞ്ചാണ് വരിക. അപ്പോൾ നമ്മൾ അളവെടുക്കുമ്പോൾ 3 ഇഞ്ചിൽ അളവെടുക്കുക. 3 3 6 മുകൾ ഭാഗം 7 ഇഞ്ചിലാകുമ്പോൾ 7 14. നമ്മുടെ ചട്ടിയുടെ ഹൈറ്റ് വരുന്നത് 12 ഇഞ്ച്. നമുക്കിതിൽ എത്ര വലിയ സൈസിൽ വേണമെങ്കിലും ചെയ്യാം, ചെറിയ സൈസിൽ വേണമെങ്കിലും ചെയ്യാം, ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. വരും ദിവസങ്ങളിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കാണാത്ത പുതിയ തരം ചെടിച്ചട്ടികളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത പേപ്പർ നമ്മൾ ഒരു ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് ആ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ഷീറ്റ് APP ഷീറ്റാണ്. PVC ഷീറ്റോ അലുമിനിയം ഷീറ്റോ ഏത് ഷീറ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. 2 mm ഷീറ്റാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഷീറ്റിൽ മാർക്ക് ചെയ്ത ഭാഗം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് മോൾഡിൽ ചെയ്യാവുന്നതാണ്.
അതിൻ്റെ താഴ്ഭാഗത്ത് ലേശം ഓയിലാക്കി കൊടുക്കുക. അതിനുശേഷം ഗ്രൗട്ട്, സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിനാവശ്യമായ മണൽ പുഴമണലാണ് ശരിക്കും വേണ്ടത്. അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പീ സാൻഡ് യൂസ് ചെയ്യണം. നൈസ് മണൽ, എം സാൻഡ് എന്നൊക്കെ പറയും. 2 കപ്പ് മണലിൽ 1 കപ്പ് സിമെൻറ്റ്. ഇത് നന്നായി മിക്സാക്കുക. ഇനി നമ്മൾ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഈ ഗ്രൗട്ട് ഒഴിച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ചട്ടി നല്ല ഫിനിഷിങ്ങിൽ ആയി വരുള്ളൂ. വീഡിയോസിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ മോഡൽ ചെടിച്ചട്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്കത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത് ഉരുളി പോലത്തെ ഒരു ചെടിച്ചട്ടി നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊരു വീഡിയോയുമായിട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.